ആ അതേ പട്ടിയൊക്കെ ഓടി വരുന്നുണ്ടല്ലോ. ഈ പട്ടി ഓടുന്നു, പശു ഓടുന്നു. ഇത് എന്തോ ഒരു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അയ്യമ്പുഴയിലാണ്. എനിക്ക് അയ്യമ്പുഴയിൽ എനിക്ക് ഏറ്റവും അടുത്തുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഭയങ്കര കലാകാരനാണ്, ചുവർ ചിത്രകലാകാരനാണ്. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അത്യാവശ്യം ന്യൂസുകളിലും ദൂരദർശൻ, മലയാള മനോരമ, അതുപോലെ ഏഷ്യാനെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ന്യൂസ് ചാനലുകളിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇൻ്റർവ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. രജീവ് അയ്യമ്പുഴ, അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഞാനിപ്പോൾ. മലയാറ്റൂരിനടുത്താണ് ഈ അയ്യമ്പുഴ ഉള്ളത്. വളരെ മനോഹരമായ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ അയ്യമ്പുഴ. അപ്പോൾ ഞാനിവിടെ എണ്ണപ്പനകളുടെ ഇടയിലൂടെയാണ് നടക്കുന്നത്. എണ്ണപ്പനകളുടെ ഇടയിലൂടെ ഒഴുകുന്ന ഒരു അരുവി, ചാലക്കുടി പുഴയുടെ ഒരു ഭാഗമായിട്ട് ഒഴുകുന്ന ഒരു കൊച്ചരുവി. ആ അരുവിയുടെ മനോഹരമായ ഒരു ഇടത്താണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. താഴെ നോക്കിയിരുന്നില്ലേ, കുറച്ചധികം പാറകളുണ്ട്. പാറകൾ തട്ടിയിട്ട് കാല് വഴുതി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ താഴെ നോക്കി നടക്കണം.
ഉണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണങ്ങിയ ആനപ്പിണ്ടങ്ങൾ. ഈ എണ്ണപ്പനകളുടെ പ്രത്യേകിച്ചല്ലേ അതിൻ്റെ തടിക്ക് ഒരു തെങ്ങിൻ്റെ ഒരു സ്വഭാവമാണ്. ചോറൊക്കെ ഉണ്ട്. അപ്പോൾ തെങ്ങിൻ ചോറ് പോലെ ആ ചോറ് ഇതിന് ഭയങ്കര ഇഷ്ടമാണ്, ഈ ആനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണപ്പനയുടെ ഇടയിൽ ഇവർ വരുന്നതും വിഹരിക്കുന്നതും. കണ്ടില്ലേ എണ്ണപ്പനയിൽ വേറൊരു മരം പാമ്പ് ചുറ്റി പോലെ ചുറ്റി വളർന്നേക്കണുണ്ടോ. ഇത് രജീവ് അയ്യമ്പുഴ. ഇന്നത്തെ സ്റ്റോറി രജീവ് അയ്യമ്പുഴയോടൊപ്പമാണ്. നമസ്കാരം. ഇന്നത്തെ സ്റ്റോറി ലൈനിൽ ലൈനോജിനോടൊപ്പം ഞാനുണ്ട്. ഞാനും ലൈനോജും കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BFA പഠിച്ചവരാണ്. എൻ്റെ ഗ്രാമം അയ്യമ്പുഴയിലാണ്. രജീവ് അയ്യമ്പുഴ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ചിത്രകലാരംഗത്താണ് പ്രവർത്തിക്കുന്നത്. 2002-2006 കാലഘട്ടത്തിലാണ് കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നു, എക്സിബിഷൻ ചെയ്യുന്നു, അങ്ങനെ ഒരു കലാകാരനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലൈനോജ് ഇങ്ങനെ സ്റ്റോറി ലൈൻ എന്ന പേരിലൊരു വ്ളോഗ് ചെയ്യുന്നതായിട്ട് അറിയുന്നത്. അപ്പോൾ ഈ അടുത്ത് ഞങ്ങളൊരു എക്സിബിഷന്, ചോല ആർട്ട് ഗാലറി വെച്ചുള്ളൊരു എക്സിബിഷന് ലൈനോജിനെ വീണ്ടും കാണുകയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നൊരു വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമത്തെപ്പറ്റി പറഞ്ഞു. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഗ്രാമമാണ്. ഇവിടെ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ലൈനിൽ എൻ്റെ ഗ്രാമമാണ് കാണിക്കുന്നത്. ഞാനും ലൈനോജും കൂടി നടക്കുന്ന ഒരു യാത്രയാണ് ഇന്നത്തെ സ്റ്റോറി ലൈനിലുള്ളത്. കിസ്ലയ മ്യൂറൽസ് എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്. അതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ, പിന്നെ വരച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കാണാവുന്നതാണ്. കിസ്ലയ ശരിക്കും പറഞ്ഞൊരു ഗാലറി ആണെന്ന് വേണമെങ്കിൽ പറയാം, ലൈക്ക് എക്സിബിഷൻ. അതെ, ഒരു ഡിജിറ്റലായിട്ടുള്ളൊരു ആർട്ട് ഗാലറി. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കാണാം. ഇത് ഏഴിലും പാലയാണ് കേട്ടോ. നമ്മുടെ പ്രേതകഥയിലൊക്കെ ഉള്ളൊരു പാലയാണ്. പക്ഷേ ഇവിടെ അത് പ്രേതത്തിൻ്റെ പ്രസൻസ് ഒന്നുമല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല പൂത്ത് കഴിയുമ്പോൾ നല്ല സുഗന്ധം ഉണ്ടാകും. കാരണം ചെറിയ പൂക്കൾ, നല്ല വെളുത്ത പൂക്കൾ ഇവിടെ നിറയെ വീണ് കിടക്കും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, പിന്നെ നല്ല സ്മെല്ലുമാണ്. അവള് കുതിച്ചൊക്കെ ചാടാൻ നോക്കി.
ഇതൊരു ഗ്രൗണ്ടാണ്. ശരിക്കും ഇത് ഫോറസ്റ്റിന് ഉള്ളിലാണുള്ളത്. ഞങ്ങൾ കുട്ടിക്കാലത്ത് മുതൽ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിച്ചിരുന്നത് ഈ ഗ്രൗണ്ടിലാണ്. ഇത് കാട് വെട്ടിത്തെളിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഫോറസ്റ്റുകാർ കുറേ പ്രശ്നങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയെങ്കിലും ഇത് പഞ്ചായത്തൊക്കെ ഇടപെട്ട് അങ്ങനെ തന്നെ നിലനിർത്തുക ചെയ്തിരുന്നു. ഇവിടെ പഞ്ചായത്ത് മേള ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊക്കെ നടക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഈ ഗ്രൗണ്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. കാരണം ടർഫൊക്കെ വന്നതോടുകൂടി അവർ ടർഫിലേക്കൊക്കെ മാറി. ഞങ്ങളുടെ കുട്ടിക്കാലം മുഴുവൻ ഈ ഏറ്റവും അധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രൗണ്ടിലാണ്. അവസാനം നമുക്ക് രണ്ടുപേർ കൂടി ആ മരത്തെ ചാടി നിന്നിട്ട് ഇന്നത്തെ നമ്മുടെ ഇത് ഇഷ്ടമായോ നമുക്ക് ചോദിക്കാം. ഇത് നമ്മുടെ മുള പൂത്തിരിക്കുന്നതാണ്. സാധാരണഗതിയിൽ 30 വർഷം മുതൽ 35 വർഷത്തിനിടയ്ക്കാണ് മുള പൂക്കുന്നത്. പൂക്കുമ്പോൾ എല്ലാ മുളയും ഒരുമിച്ച് പൂക്കും. അതതിൻ്റെ ഒരു അവസാന ഘട്ടമാണ്. പിന്നീട് ഒരു 2-3 വർഷത്തിനുള്ളിൽ എല്ലാ മുളയും നശിച്ചു പോകുമെന്നാണ് പറയുക. ഇപ്പോൾ പൂത്തിട്ടൊരു 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനം ഇതിനൊന്ന് മുളയുടെ അരിയൊക്കെ കിട്ടും. അത് പായസം വെക്കാനും പിന്നെ ചോറ് വെക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇവിടെയുള്ളത് തീരെ ചെറിയ അരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കി.